ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇതിന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പായസമെന്നോ ഡ്രിങ്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ അത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് റാഗിപ്പൊടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഗോതമ്പ് പൊടിയൊക്കെ നല്ലോണമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ വീണ്ടും കുറച്ച് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും ഇത് തിക്കായിട്ടൊക്കെ വന്നോളും. ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലോണമൊക്കെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അവൽ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെള്ള അവലോ അതല്ലെങ്കിൽ മട്ട അവലൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു അവലൊന്ന് വെന്ത് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അവലൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തിട്ട് കൂടെ വരണം. ഇപ്പോൾ അവലൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അവലൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അവൽ പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ കിട്ടും. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് ഇങ്ങനെ കുറുകിയൊരു പരുവത്തിലായി കിട്ടും. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളയ്ക്കാനൊക്കെ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ട്. പക്ഷെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ആ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. പായസത്തിൻ്റെ ഒക്കെ ആ ഒരു തിക്കിൽ ഇതായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്